സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ അഴിമതി കേസുകളിൽപ്പെട്ട 112 പേർ അറസ്റ്റിലായി. 6 മന്ത്രാലയങ്ങളിൽ നിന്നുള്ളവരാണിവർ. അഴിമതി നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി 2024 മെയ്യിൽ നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഇത്രയും പേരെ അഴിമതി വിരുദ്ധ അതോറിറ്റി പിടികൂടിയത്. ഒരു മാസത്തിനിടെ 3806 നിരീക്ഷണ റൗണ്ടുകൾ നടത്തുകയും 6 മന്ത്രാലയത്തിലെ സംശയാസ്പദമായ 446 പേരെ ചോദ്യം ചെയ്തതായും അതോറിറ്റി അറിയിച്ചു. ആഭ്യന്തരം, പ്രതിരോധം, ദേശീയ ഗാർഡ്, നീതി, ആരോഗ്യം, മുനിസിപ്പൽ, ഗ്രാമകാര്യങ്ങൾ, ഹൗസിംഗ്, മാനവ വിഭവശേഷി, സാമൂഹിക വികസനം, സകാത്ത്, ടാക്സ്, കസ്റ്റംസ് അതോറിറ്റി എന്നീ വകുപ്പുകളിൽ നിന്നുള്ളവരാണിവർ. അന്വേഷണത്തിനിടെ കൈക്കൂലി, ഓഫീസ് അധികാര ദുർവിനിയോഗം, വ്യാജരേഖ ചമക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടെ 112 പേരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ ജുഡീഷ്യറിക്ക് റഫർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അതോറിറ്റി കൂട്ടിച്ചേർത്തു. സൗദിയിലെ അഴിമതി വിരുദ്ധ അതോറിറ്റി അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ വഴിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത വിധത്തിൽ കുറ്റമറ്റ നിലയിൽ നടപടി സ്വീകരിക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അധികാര ദുർവിനിയോഗങ്ങളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും 980 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 01144200057 എന്ന നമ്പറിൽ ഫാക്സ് വഴിയോ ലഭ്യമായ മറ്റ് ഔദ്യോഗിക ചാനലുകൾ വഴിയോ സ്വദേശികളും വിദേശികളും വിവരം അറിയിക്കണമെന്നും കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ കമ്മീഷൻ അതോറിറ്റി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. രാജ്യത്തെ ഉച്ചവിശ്രമ നിയമം കമ്പനികളും സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത്. ദാഖിലിയ ഗവർണറേറ്റിലെ സമയിൽ വിലായത്തിൽ ചില സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ പരിശോധന നടത്തി. പുറത്ത് ജോലിയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് എത്രത്തോളം മുൻകരുതലും സുരക്ഷയും ഏർപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ. കടുത്ത ചൂടിന് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാൻ തൊഴിൽ മന്ത്രാലയം എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുള്ള ഉച്ച വിശ്രമവേള ശനിയാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരമാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത്. ഇതുപ്രകാരം പുറത്ത് ജോലിയിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യവേനലവധി നൽകുന്നത്. ഉച്ചവിശ്രമം നടപ്പിലാക്കാൻ തൊഴിൽ സ്ഥാപനങ്ങളും കമ്പനികളുടെ സഹകരണം ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ട്. അതേസമയം ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. 500 റിയാലിൽ കുറയാത്തതും 1000 റിയാലിൽ കൂടാത്തതുമായ പിഴ ചുമത്തും. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ തുറസായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉച്ചസമയങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ നിയമ ലംഘനം കണ്ടെത്തിയാൽ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 118 വ്യവസ്ഥകൾ അനുസരിച്ച് മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിക്കും. നിയമം പാലിക്കുന്നുണ്ടോ എന്ന് ടാസ്ക് ഫോഴ്സും നിരീക്ഷിക്കും. കേസ് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറും. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളെക്കുറിച്ച് ഫോൺ വഴിയോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റുകൾ വഴിയോ അറിയിക്കാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത മുൻകൂട്ടി പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടപ്പിലാക്കിയിരുന്നു. ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചു. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നൽകിയ യാത്രായപ്പിൽ എൻഡോവ്മെന്റ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ സൗദ് അൽ മൗവരി, മന്ത്രാലയത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സുൽത്താൻ ബിൻ സൗദ് അൽ ഹിനായിയാണ് ഹജ്ജ് മിഷനെ നയിക്കുന്നത്. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മക്കയിലെ മിഷൻ ആസ്ഥാനത്തേക്ക് പോകും. ഒമാനിൽ നിന്നും വരും ദിവസങ്ങളിലായി ഹജ്ജിനെത്തുന്നവർക്ക് സേവനവും അവരുടെ ചടങ്ങുകൾക്ക് ഒമാനി ഹജ്ജ് മിഷൻ സംഘം മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. ഫത്വ, മത മാർഗനിർദ്ദേശം, ഭരണപരവും സാമ്പത്തികവുമായി കൈകാര്യം ചെയ്യൽ, ഹജ്ജ് കമ്പനികളുടെ മേൽനോട്ടം വഹിക്കുന്നയാൾ, മെഡിക്കൽ, റോയൽ ഒമാൻ പോലീസ് പ്രതിനിധി, സ്റ്റേറ്റ് ഓഡിറ്റ് സ്ഥാപന പ്രതിനിധി, മാധ്യമ പ്രതിനിധി സംഘം, സ്കൗട്ട് എന്നിവരാണ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തുന്ന ശ്രമങ്ങളെ ഒമാൻ സ്വാഗതം ചെയ്തു.
3 ഘട്ടങ്ങളിലായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഖത്തർ വഴി ഹമാസിന് ഇസ്രായേൽ കൈമാറിയെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും ബൈഡൻ ഇരുവിഭാഗത്തോടും ആവശ്യപ്പെട്ടു. 6 ആഴ്ച നീളുന്ന ആദ്യഘട്ടത്തിൽ സമ്പൂർണ്ണ വെടിനിർത്തലാണ് മുന്നോട്ടുവെക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ സൈനികരുടെ പിന്മാറ്റവും ഇരുഭാഗത്തുമുള്ള ബന്ദികളുടെ മോചനവും ആദ്യഘട്ടത്തിലുണ്ടാകും. ഗാസയിലേക്ക് ദിവസേന 600 ട്രക്കുകളിൽ ഭക്ഷണവും മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കും. ഈ 6 ആഴ്ച കാലയളവിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കും. ഇത് വിജയിച്ചാൽ അടുത്ത ഘട്ടത്തിലെ പദ്ധതികൾ നടപ്പിലാക്കും. 2ാം ഘട്ടത്തിൽ ഗാസയിൽ നിന്നുള്ള സൈനികർ പൂർണ്ണമായും പിന്മാറണമെന്നാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഹമാസ് ബന്ദികളെയും മോചിപ്പിക്കും. 3ാം ഘട്ടം പുനർനിർമ്മാണ പദ്ധതിയെക്കുറിച്ചായിരിക്കുമെന്നും ബൈഡൻ അറിയിച്ചു. രാജ്യത്ത് ബലിപെരുന്നാളിന് ഇക്കുറി തുടർച്ചയായ 9 ദിവസം ഒഴിവ് ലഭിച്ചേക്കും. പെരുന്നാൾ ജൂൺ 16-ന് ആയേക്കുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതുപ്രകാരം ഒമാനിൽ ബലിപെരുന്നാൾ പൊതു അവധി ദിവസങ്ങൾ ജൂൺ 16 ഞായറാഴ്ച മുതൽ 20 വ്യാഴാഴ്ച വരെയാകാനും സാധ്യതയുണ്ട്. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് ജൂൺ 23-നായിരിക്കും പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുക. പൊതു അവധിക്ക് മുമ്പും ശേഷവുമുള്ള വാരാന്ത്യ അവധികൾ കൂടി ഉൾപ്പെടെ ബലിപെരുന്നാൾ കാലത്ത് തുടർച്ചയായ 9 ദിവസം ഒഴിവ് ലഭിക്കും. എന്നാൽ പെരുന്നാളിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് സ്വദേശികളും വിദേശികളും. അവധി ആഘോഷങ്ങൾക്കും യാത്രകൾക്കും നേരത്തെ ഒരുങ്ങുന്നതിന് ഒഴിവ് ദിവസങ്ങൾ നേരത്തെ അറിയണം. പ്രവാസികളിൽ ചിലർ പെരുന്നാൾ ആഘോഷം ഇത്തവണ കുടുംബത്തോടൊപ്പം നാട്ടിൽ ചെലവഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം പെരുന്നാൾ അവധിക്കാലത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ കുറവായിരിക്കും. ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് കാരണം. 100 റിയാലിന് മുകളിലാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്. അവധി പ്രഖ്യാപനം വരുന്നതോടെ വരും ദിവസങ്ങളിൽ നിരക്ക് ഇനിയും ഉയർന്നേക്കുമെന്നും ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നു. മധ്യവേനൽ അവധിക്കാലവും ബലിപെരുന്നാളും ഒരുമിച്ചായത് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ കാരണമായി. സ്കൂൾ അടച്ചതോടെ കുടുംബങ്ങൾ പലതും ഇതിനോടകം നാട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകി നാട്ടിലേക്ക് പോകുന്നതിന് പകരം സലാലയിലെയും UAE അടക്കമുള്ള ഇതര നാടുകളിലേക്കും അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നവരും നിരവധിയാണ്. പലരും പെരുന്നാൾ അവധി പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. ഇത്തവണ പെരുന്നാൾ അവധി ദിവസങ്ങൾ എത്തുന്നത് ഖരീഫിന് തൊട്ടു മുമ്പാണ് എന്നതിനാൽ യാത്രയ്ക്ക് സലാല തിരഞ്ഞെടുക്കുന്നവരാകും ഭൂരിഭാഗവും. കുറഞ്ഞ ചെലവിൽ പോയി വരാൻ കഴിയുന്നതും റോഡ് മാർഗമുള്ള യാത്രാ സൗകര്യവും സലാല തിരഞ്ഞെടുക്കാൻ കൂടുതൽ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഒമാനിൽ വേനൽക്കാല മാസങ്ങളിലെ വൈദ്യുതി നിരക്കുകൾ കുറയ്ക്കാൻ പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്കാണ് ഇളവ്. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. കനത്ത ചൂട് അനുഭവപ്പെടുന്ന 4 മാസ കാലയളവിൽ വൈദ്യുതി ബില്ല് ഉയരാൻ സാധ്യത ഏറെയാണ്. ഇത് പരിഗണിച്ചാണ് ബില്ല് കുറച്ച് നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതേ കാലയളവിൽ സബ്സിഡി 30% ഉയർത്തി വൈദ്യുതി ഉപയോക്താക്കൾക്ക് സർക്കാർ ആശ്വാസം പകർന്നിരുന്നു.